നമുക്ക് ചിക്കൻ 65 ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് കഴുകിയ എല്ലോട് കൂടിയുള്ള 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ഇനി ഇതിനു വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ബൗൾ എടുക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസിലെ 15 വെളുത്തുള്ളിയും പിന്നെ ഒരു 1 ഇഞ്ച് സൈസിലെ ഇഞ്ചിയും കൂടെ നല്ലതായിട്ട് അരച്ചാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് ഇനി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഈ അരിപ്പൊടി ചേർത്താൽ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും ഈ ചിക്കൻ 65. നമ്മൾ ഇടിയപ്പപ്പൊടിയില്ല, അതാണ് ഞാൻ എടുത്തത്. അതുപോലെ 2 ടീസ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു ചെറിയ മുട്ട എടുത്തത്. ഈ മുട്ട തന്നെ വലുതും ചെറുതും ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ചെറിയൊരു മുട്ട നോക്കി എടുത്താൽ മതി. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് തന്നെ ഇട്ട് ചെയ്യണമെന്നില്ല, എന്തെങ്കിലും ഒരു ഫോർക്കോ സ്പൂണോ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാനിവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലതായിട്ട് പിടിക്കും. അപ്പോൾ ഞാനിവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ആയാലും കുഴപ്പമില്ല. അത്രയും കൂടുതലിരുന്നാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ ചിക്കൻ 65-നൊക്കെ വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത് ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് അങ്ങ് ചൂടാവണ്ട, ഒരു മീഡിയം ഹീറ്റ് ആയാൽ മതി. ഇത് കണ്ടോ, ഈ ചെറിയ ചെറിയ ബബിൾസ് പോലൊക്കെ വന്നിട്ടുണ്ട്. അത്രയും ചൂടായാൽ മതി. ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഉടനെ തന്നെ ഇതിൻ്റെ പുറം ഭാഗം അങ്ങ് പെട്ടെന്ന് കരിയും, ഉള്ളു വേവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തീ ഒരു മീഡിയത്തിലാക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണയിൽ ഒരുപാട് പീസ് ഇട്ട് കൊടുക്കണ്ട. ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എങ്കിലേ ഉള്ളൂ നല്ലതായിട്ട് അത് ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. അതുപോലെ തീ മീഡിയത്തിൽ തന്നെ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഉള്ളി വേവത്തില്ല, പുറം അങ്ങ് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ചിക്കൻ ഇവിടെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടാണെങ്കിൽ ചൂടൊന്ന് കുറച്ചിട്ട് ആ മീഡിയം ഹീറ്റിൽ തന്നെ ആക്കിയിട്ട് വേണം ബാക്കിയുള്ള പീസും കൂടി ഇട്ട് കൊടുക്കാൻ. ആ മുട്ട ചേർത്തതുകൊണ്ട് നല്ലതായിട്ട് മസാലയൊക്കെ കോട്ടായിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റാം. ഇത് കോരി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ശകലം കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു 3 പച്ചമുളക് ഇതേപോലെ 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും. ഇത് നമുക്ക് കോരി മാറ്റി കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം. ഈ ചിക്കനൊക്കെ കോരി മാറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേരാം. ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പച്ചമുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്താൽ മതി. ചൂടോടെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് കരിയുകയും ചെയ്യും. തന്നെയല്ല ഈ പച്ചമുളകിൻ്റെ അരിയൊക്കെ ചിലപ്പോൾ തെറിക്കാൻ ചാൻസ് ഉണ്ട്.
ഇപ്പോൾ എണ്ണയുടെ ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഒരുപാടങ്ങ് കളറ് മാറ്റണ്ട. ഇങ്ങനെ പച്ചയായിട്ടിരിക്കണം ഈ പച്ചമുളകൊക്കെ. ഇത് ഇനി കോരിയെടുത്ത് ഈ ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ 65 2 മെത്തേഡിൽ ചെയ്യാറുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ ഈ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഒരു പ്രത്യേകതരം സോസ് ഉണ്ടാക്കിയിട്ട് ഈ ചിക്കൻ അതിലിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഞാൻ ആ മെത്തേഡിൽ വേറൊരു ദിവസം വീഡിയോ ചെയ്ത് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം. താങ്ക്